കേരള കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അധികാര പോര് ഇപ്പോൾ പരസ്യ തെരുവുതല്ലിന്റെ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഡൽഹിയിൽ മണിക്കൂറുകളോളം ചർച്ചകൾ നടന്നിട്ടും തീരുമാനമില്ല. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും ഐക്യമില്ല. നേതാക്കൾ ഒന്നിച്ചിരുന്നിട്ടും ഏകാഭിപ്രായമില്ല. ഒടുവിൽ കേരളത്തിന് ഉടൻ ഒരു മുഖ്യമന്ത്രി പോലും പ്രഖ്യാപിക്കാനാകാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്. ജനങ്ങൾക്ക് മുന്നിൽ ഭരണത്തിനുള്ള ബദലായി നിൽക്കേണ്ട പാർട്ടി ഇന്ന് സ്വന്തം നേതൃ കസേരയ്ക്ക് വേണ്ടി പരസ്പരം തകർക്കുന്ന രാഷ്ട്രീയ കൂട്ടമായി മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് ഇന്ന് വിരാമമായേക്കുമെന്ന റിപ്പോർട്ടുകൾ അതിനിടയിൽ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോഴും സ്ഥിരീകരണമില്ല. മുതിർന്ന നേതാക്കളുമായുള്ള അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു സൂചന. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഹൈക്കമാൻഡ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിലവിൽ ഹൈക്കമാൻഡ് ഒരു പേരിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ഇതിന് AICC അധ്യക്ഷന്റെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാത്തതിൽ വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടെന്നും ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്നും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യമുയരുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിലുള്ള അതൃപ്തി മുസ്ലിം ലീഗ് നേതൃത്വത്തിനുമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പാണക്കാട് ഇന്ന് അടിയന്തര നേതൃയോഗം ചേരും. ചരിത്രപരമായ വിജയം നേടിയ ലീഗിന് വിജയം ആഘോഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ജനങ്ങൾക്കിടയിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് ലീഗ് നേതൃത്വം തന്നെ തുറന്നു പറഞ്ഞു. VD സതീശന്റെ പേരിനോട് ലീഗിന് താല്പര്യമുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലെ കാലതാമസം BJP ദേശീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. വൻ ഭൂരിപക്ഷം ലഭിച്ചിട്ടും അധികാര വടംവലി കാരണം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയാത്തത് കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ മൂലമാണ് എന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ആരോപിച്ചു തുടങ്ങി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ മന്ത്രിസഭാ ചർച്ചകളിലേക്ക് മുന്നണി കടക്കേണ്ടതുണ്ട്. K മുരളീധരൻ, CP ജോൺ, ഷിബു ബേബി ജോൺ, AP അനിൽകുമാർ, ചാണ്ടി ഉമ്മൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ പേരുകൾ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ടെന്നും സൂചനകളുണ്ട്. സാമുദായിക സമവാക്യങ്ങളും ജില്ലാ പ്രാന്ത്യവും പരിഗണിച്ചായിരിക്കണം മന്ത്രിമാരെ നിശ്ചയിക്കുക എന്ന പ്രതിസന്ധിയും ഇതിന് പിന്നിലുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യം ഇപ്പോൾ വെറും നേതൃപരമായ തീരുമാനമല്ല, കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് യുദ്ധത്തിന്റെ പ്രതീകമായി തന്നെ മാറിയിരിക്കുകയാണ്. KC വേണുഗോപാലിനെ മുന്നോട്ട് നിർത്താൻ ഒരു വിഭാഗം ശക്തമായി നീങ്ങുമ്പോൾ മറ്റൊരു വിഭാഗം